ചിറകറ്റ് വീണ പക്ഷിക്ക് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ മോക്ഷം കൊടുത്ത പാറ, ജഡായുപ്പാറ. നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ പാരൻസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്നത് നേരെ ജഡായുപ്പാറയിലേക്ക്. അപ്പൊ നമുക്ക് ഇന്നത്തെ യാത്ര ജഡായുപ്പാറയിലേക്കാക്കാം. ഓക്കെ, കഴക്കൂട്ടം സൈനിക സ്കൂളിന്റെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ ക്യാമറ അലൗഡ് ആണോ എന്ന് അറിയത്തില്ല. എങ്ങനെ കുറച്ച് ഭാഗം ഞാനൊന്ന് ഷൂട്ട് ചെയ്ത് പോകാം, ബാക്കിയുള്ളത് എങ്ങനെയെന്നുള്ളത് അറിഞ്ഞുകൂടാ. നമുക്ക് സ്കൂളിനകത്ത് ഷൂട്ട് ചെയ്യാൻ അലൗഡ് അല്ല ശരിക്കും പറഞ്ഞാൽ, അതുകൊണ്ട് സ്കൂള് ഷൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും നേരെ അകത്തോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ മറ്റേ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നേരെ ചടയമംഗലത്തോട്ട് വിടുക. അപ്പോൾ ചടയമംഗലത്ത് ജഡായുപ്പാറയൊക്കെ നമുക്ക് കണ്ടെന്ന് ആസ്വദിക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ ഇപ്പോൾ ശാന്തിഗിരി പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ അവിടെ ഉണ്ണാനായിട്ട് വന്നതാണ്. നല്ല സൂപ്പർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ഒന്ന് ഉണ്ടേച്ച് വേണം നമുക്ക് നേരെ ജഡായുപ്പാറയ്ക്ക് പോകാനായിട്ട്. അപ്പോൾ നല്ല സൂപ്പർ റെസ്റ്റോറൻ്റാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഊണ് മാത്രമല്ല, ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ബാക്കി നമുക്ക് പച്ചക്കറി, പലവ്യഞ്ജനം, അതുപോലെ തന്നെ മൺപാത്രങ്ങൾ, ഫ്രൂട്ട്സ്, അപ്പോൾ എല്ലാ സാധനവും, ഒരുമാതിരിപ്പെട്ട സോപ്പ്. ഞാൻ ഇവിടുത്തെ ഒരു സോപ്പാണ് ഞാൻ കുളിക്കാനായിട്ട് വാങ്ങിക്കുന്നത്, നല്ല സോപ്പാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനവും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോകാം. കണ്ടില്ലേ, നല്ല സൂപ്പർ ഒരു റെസ്റ്റോറൻ്റാണ്. കണ്ടില്ലേ, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. അതുകൂടാതെ വെജിറ്റബിൾ സ്റ്റോള് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴക്കൂട്ടം വെഞ്ഞാറമ്മൂട് റോഡിൽ പോത്തങ്കോട് കഴിഞ്ഞാൽ ഉടനെ റോഡ് സൈഡിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ഫുഡാണ്. ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ നാച്ചുറലാണ്. കണ്ടില്ലേ, ഫുഡ് ഐറ്റംസ്, അതുപോലെ തന്നെ പാക്കറ്റ് ഫുഡുകൾ, അതുകൂടാതെ ഒരു ഭാഗത്ത് മൺചട്ടികൾ കണ്ടില്ലേ, പഴയകാല മൺപാത്രങ്ങൾ, പലതരത്തിലുള്ള ചൂല്, തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണിത് ശരിക്കും. കണ്ടില്ലേ, ഇഷ്ടം പോലെ വെജിറ്റബിൾസ്. അടിപൊളി. പക്ഷെ നമുക്ക് ഇത്രയും ദൂരമായതുകൊണ്ട് എപ്പോഴും ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ഇഷ്ടം പോലെ വെജിറ്റബിൾസും കണ്ടില്ലേ, ഒരു ഹൈലി സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഇത്. നമ്മുടെ ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ ഈ ആശ്രമത്തിൽ തന്നെ ധാരാളം പച്ചക്കറികളും കാര്യങ്ങളുമൊക്കെ കൃഷി ചെയ്തെടുക്കുന്നുണ്ട്, പുറത്തുനിന്നും വരുന്നുണ്ട്. പക്ഷേ കൂടുതലും ഈ ആശ്രമത്തിലെ തന്നെയാണ് ഈ പച്ചക്കറികളും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അറിവ് വെച്ചിട്ട് അങ്ങനെയാണ്. കണ്ടില്ലേ, ഒരു തുളസിത്തറ, പൂജാ റൂമല്ല, തുളസിത്തറ. സരസ്വതി ദേവിയുടെ ഒരു പടമൊക്കെ വെച്ചിട്ട് നല്ലൊരു തുളസിത്തറ. ഇത് ബേക്കറി ഐറ്റംസൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇങ്ങനെ പല പല പോർഷൻസായിട്ട് തിരിച്ചിരിക്കുക ഇത്. റെസ്റ്റോറൻറ്റ് ഒരു പോർഷൻ, എല്ലാം ഒരേ ബിൽഡിങ് തന്നെയാണ്. കണ്ടില്ലേ, വെച്ചൂർ പശുവിൻ്റെ പാല് ഇവിടെ ലഭ്യമാണ്. 1/2 ലിറ്ററിന് 100 രൂപ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആശ്രമത്തിൽ തന്നെ ഈ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട്. ഒരു കോൾഡ് സ്റ്റോറേജ്, കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അടിപൊളി. നമ്മളിങ്ങനെ കയറുന്ന സമയത്ത് ഇവിടെ പാഴ്സൽ നൽകുന്ന സ്ഥലം, ഇത് പാഴ്സൽ കൗണ്ടറാണ്. ഇതിന് ഉള്ളിൽ ഒരു ചെറിയ പ്രദേശത്തായിട്ട് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി സാധനങ്ങൾ എടുക്കുന്നത് പോലെ എല്ലാ സാധനങ്ങളും എടുക്കാനുള്ള ഒരു ഹൈലി സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. കുറച്ച് ചെറുതാണെങ്കിലും മനുഷ്യന് അത്യാവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ആശ്രമത്തിലെ പ്രോഡക്റ്റുകളാണ് ഇവിടെ കൂടുതലും വിൽക്കുന്നത്.
പിന്നെ ഈ പറഞ്ഞതുപോലെ ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനെയൊക്കെ പുറത്തുനിന്നുള്ള പാക്കറ്റ് ഫുഡുകളും ഉണ്ട്. എങ്കിലും കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ് ഇത് ശരിക്കും ഈ ആശ്രമത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് വാഷിംഗ് സോപ്പാണ്, തുണി അലക്കാനുള്ള സോപ്പ്. അതിന് കണ്ടില്ലേ, അതിന് പല വെറൈറ്റികളുണ്ട്. ഈ എന്താ അതിന് പറയുന്നത്, പല വെറൈറ്റി. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കുന്ന ഒരു സോപ്പാണ്, ഈ ചർമ്മ മഹിമ. ഞാനിതല്ല, ഇതാണ്ട് ഇപ്പുറത്തെ ഈ നീലയാണ് വാങ്ങിക്കുന്നത്, കണ്ടില്ലേ, ചർമ്മ ശുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടൊരു സോപ്പ്. ഇത് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഒരു 10 എണ്ണമൊക്കെ വാങ്ങിച്ചുകൊണ്ടങ്ങ് പോകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാനുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ അച്ചാർ ഐറ്റംസ്. ഒന്നുകിൽ ഇത് ആശ്രമത്തിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാകാം, അല്ലെങ്കിൽ ഈ ചെറുകിട മേഖലകളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന അച്ചാർ ഐറ്റംസ് ഒക്കെ ഇവിടെ പിന്നെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇഷ്ടം പോലെ പ്രോഡക്റ്റുകളാണ്. ചാക്കൊക്കെ വെച്ച് പൊതിഞ്ഞ് നാരങ്ങ അച്ചാർ കണ്ടില്ലേ, മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, എല്ലാ ഐറ്റംസും ഉണ്ട്. പപ്പടം, അടിപൊളി കേട്ടോ. എന്ന് പറഞ്ഞാൽ സ്വദേശീയമായിട്ടുള്ളതും വിദേശീയമായിട്ടുള്ളതുമായ ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇതുകൂടാതെ എനിക്ക് വേറൊരു ആകർഷണം തോന്നിയത് ഒരുപാട് ആയുർവേദ പിന്നെ മരുന്നുകൾ, കുഴമ്പ്, അതേപോലെ തന്നെ ലേഹ്യം, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ ഓരോന്നും ഞാനൊന്ന് പരിചയപ്പെടുത്താം. സത്യം പറഞ്ഞ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എങ്കിലും കണ്ടില്ലേ, ഇതെന്ത് ഓരോരോ, ഇതെല്ലാം ശാന്തിഗിരിയുടെ പ്രോഡക്റ്റുകൾ തന്നെയാണ്. എന്താണോ പഞ്ചമൃദ്വീകരസം എന്നും പറഞ്ഞൊരു സാധനം. അത് എന്തിനുള്ളതാണെന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ. മുറിവെണ്ണ, ഇത് ഞാൻ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇവിടുന്ന് അല്ലെങ്കിലും മുറിവെണ്ണ നല്ലൊരു സാധനമാണ്. ഇത് വാശാരിഷ്ടം, കുമാര്യാസവം. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ളത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ പഴയ കാലത്തെ ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ആയുർവേദം പഠിച്ചവർക്കൊക്കെ ഇതറിയാം. ഉദരസുധ എന്നും പറഞ്ഞിട്ടൊരു സാധനം. അതെനിക്ക് തോന്നുന്നു ഈ വയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പിന്നെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഉദരസുധ, ദശമൂല ജീരകാരിഷ്ടം, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ. ജീരകാരിഷ്ടം, മസ്താരിഷ്ടം. അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ അരിഷ്ടങ്ങൾ, പിന്നെ ആയുർവേദ മരുന്നുകൾ, ഇതെല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വെളിച്ചെണ്ണ, സ്നേഹ എന്നും പറഞ്ഞുകൊണ്ടൊരു പ്രോഡക്റ്റ്, അതും ശാന്തിഗിരിയുടെ തന്നെ പ്രോഡക്റ്റാണെന്ന് തോന്നുന്നു, സ്നേഹ എന്നും പറഞ്ഞ്. അതുപോലെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ. വെറൈറ്റി പിന്നെ ഐറ്റംസ്, ഒരുപാട് സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൊള്ളാം, അടിപൊളി. കറി പൗഡറുകൾ, അതായത് ഓരോന്നും സെക്ഷൻ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെത്താനെ കയറി സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി എടുക്കുന്നത് പോലെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. അതുപോലെ തുണി ഐറ്റംസ്, തോർത്തുകൾ, കാവി തോർത്തുകൾ, മുണ്ടുകൾ, എല്ലാം ഒരു കുടക്കീഴിൽ ഒതുക്കി വെച്ചേക്കുക. കണ്ടില്ലേ, അയ്യോ, തുണി ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മുണ്ടുകൾ, അത്യാവശ്യത്തിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ, അല്ലാതെ ചുരിദാർ അല്ലെങ്കിൽ ഷർട്ട്, പാൻറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ നമ്മളങ്ങനെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അതായത് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇവിടെ കണ്ടില്ലേ, നല്ല സൂപ്പർ. ഞാനത് കാണിച്ചുതരാം. നല്ല 1ാം ക്ലാസ് ചമ്പാവരി ചോറ്, പപ്പടം, തോരൻ, അവിയൽ, പരിപ്പ്, പിന്നെ പച്ചടി, കിച്ചടി, അച്ചാറ് എന്ന് വേണ്ട ഒരു സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ സ്പെഷ്യൽ സദ്യയുണ്ട് വേറെ. ആ സ്പെഷ്യൽ സദ്യക്ക് റേറ്റ് സ്വല്പം കൂടുതലാണ്.
എങ്കിലും ഇത് ഒരു സദ്യക്ക് തുല്യമാണ്. അപ്പോൾ സ്പെഷ്യൽ സദ്യ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2-3 പായസവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിഗംഭീരമായിരിക്കും. പക്ഷേ ഇത് തന്നെ അതിഗംഭീരമായ ഊണാണ്. ഓ, ഉച്ചയ്ക്ക് വന്ന് ഒരു പിടി ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല സൂപ്പറായിരിക്കും. പിന്നെ പരിപ്പ്, പുളിശ്ശേരി, സാമ്പാർ, എല്ലാ ഐറ്റംസും ഉണ്ട്. പായസം ഉൾപ്പെടെ സകല ഐറ്റംസും ഉണ്ട്. കൊള്ളാം, നല്ല സൂപ്പർ ഊണാണ് ഇവിടുത്തെ. അപ്പോൾ ഞങ്ങളങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ നമുക്ക് ചടയമംഗലം ജടായുപ്പാറയിലോട്ട് പോവാണ്. കണ്ടില്ലേ, ജടായുപ്പാറയിലോട്ടുള്ള റൂട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി നേരെ ചടയമംഗലത്തെത്തി. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ യാത്രയുണ്ട്. പോത്തൻകോട്ടുനിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ ജടായുപ്പാറ, അങ്ങ് ദൂരെ ജടായു അങ്ങനെ വിരാജിച്ച് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, പാറയുടെ മുകളിലായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് മെയിൻ റോഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ ഏകദേശം ഉള്ളിലോട്ട് പോകണം. ചടയമംഗലം ജംഗ്ഷൻ എത്തുന്നതിന് ശകലം മുമ്പായിട്ട് ജടായുപ്പാറയ്ക്കുള്ള വഴിയുണ്ട്. കണ്ടില്ലേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജടായു എർത്ത് സെൻറ്റർ. അങ്ങനെ നമ്മൾ ജടായുപ്പാറയിലോട്ട് പിന്നെ കയറാൻ പോവാം. ആ വഴിയിലെത്തി. അടിപൊളി. ഇപ്പോൾ ഏകദേശം ക്ലൈമറ്റൊക്കെ നല്ല സുഖകരമായൊരു ക്ലൈമറ്റാണ്. കാരണം വലിയ വെയിലും കാര്യങ്ങളും ഒന്നുമില്ല. ഞങ്ങൾ ഏകദേശം ഒരു 3-3:30-4 മണി സമയത്താണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ നല്ല സുഖമാണ്. പക്ഷേ ഈ ഉച്ച സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മോളിൽ കയറിയാൽ കുറച്ച് കഷ്ടപ്പെടും. കാരണം നല്ല വെയിലായിരിക്കും. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മോളിൽ കയറിയാൽ നല്ല സുഖമാണ്. വൈകുന്നേരങ്ങളിലാണ് കൂടുതലും ആസ്വദിക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ജടായു എർത്ത് സെൻറ്ററിൻ്റെ എൻട്രൻസിലെത്തി. അടിപൊളി കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒന്ന് കാണുന്നുണ്ടല്ലോ, ഒരു എയർപോർട്ടിലോട്ടൊക്കെ കയറുന്ന ഒരു ഫീലിങ്. 2 സൈഡിലും പിന്നെ പന പോലത്തെ മരങ്ങളുമൊക്കെ വെച്ച് പിടിപ്പിച്ച് പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഇത് കണ്ടില്ലേ, ഈ കാറിൻ്റെ ഗ്ലാസ്സിൽ നിറച്ച് പിന്നെ ചെളി അടിച്ച് കയറിയിരിക്കുക. അതുകൊണ്ട് ഈ വ്യൂ കുറച്ച് പ്രശ്നമാണ്. ഞാൻ ഈ വൈപ്പറിലെ വാഷറൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കി, പക്ഷെ അത് പോകുന്നില്ല. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നമ്മളിനി വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയകളുണ്ട്. നമുക്കപ്പോൾ ആദ്യം വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റും ഒക്കെ എടുത്ത് വേണം അകത്ത് കയറാൻ. ഇവിടെ 2 തരത്തിൽ നമുക്ക് കയറാം. നടന്നും കയറാം, അല്ലാതെ ഈ റോപ്പ് വേ ഉണ്ട്, റോപ്പ് വേ വഴിയും കയറാം. ഇവിടെ ഫുള്ളാണ് പാർക്കിംഗ്. ഇവിടെ ഫുള്ളാണ്. തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ പാർക്കിംഗ് ഫുള്ളാന്ന് പറയുമ്പോൾ ആലോചിച്ചോണം, ഇഷ്ടം പോലെ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. അടിപൊളി. നമ്മളങ്ങനെ ജടായുപ്പാറ എർത്ത് സെൻറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അടിപൊളി സീനാണ്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോകാം. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് റോപ്പ് വേയും ഉണ്ട്, അല്ലാതെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഈ പാർക്കിംഗ് ഏരിയയിൽ നിന്നാൽ തന്നെ നമുക്ക് ആ റോപ്പ് വേ കൂടി ഇങ്ങനെ പിന്നെ ഇത് അങ്ങോട്ട് മേപ്പോട്ട് ആളുകൾ പോകുന്നത് കാണാം. കണ്ടില്ലേ, നമുക്ക് നോക്കട്ടെ, ഇത് റോപ്പ് വേ തന്നെ തിരഞ്ഞെടുക്കാം, നടക്കണ്ട. ഇവിടെ പാർക്കിങ്ങിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, പാർക്കിംഗ് ഏരിയകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഗാർഡനിങ്ങും ഒക്കെ ചെയ്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി. അപ്പോൾ നമുക്കിനി നേരെ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാം. ടിക്കറ്റും എടുത്തിട്ട് അതുവഴി റോപ്പ് വേയിൽ നമുക്ക് നേരെ മുകളിലോട്ട് പോവാം. അടിപൊളി, സൂപ്പർ.
നമ്മളങ്ങനെ ജഡായുപ്പാറ എർത്ത് സെൻറ്ററിൻ്റെ പിന്നെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ നമുക്ക് മുകളിലോട്ട് പോകാം. റോപ്പ് വേ വഴി മുകളിലോട്ട് പോകാം. ഓക്കെ. ടിക്കറ്റ് കൗണ്ടറിൽ ക്യാഷ് ഓൺലി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ മറ്റേ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. 295 രൂപയാണ് എൻട്രി ഫീ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ ഈ റോപ്പ് വേക്കുള്ളത് എക്സ്ട്രാ പേ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നോക്കട്ടെ, നമുക്ക് ആദ്യം വാഷ്റൂം ഒന്ന് തപ്പിപ്പാം. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് ജഡായുപ്പാറയിലെ അടുത്ത വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം.